ഹായ്, എല്ലാവരും വീണ്ടും ഒരു ലോക്ക്ഡൗണിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ വിചാരിച്ചു കുറച്ചുകൂടി നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിലുള്ള കുറച്ച് വീഡിയോസ് ചെയ്യാം. നമ്മൾ ആക്ച്വലി ഇങ്ങനൊരു യൂട്യൂബ് ചാനലിനെ കുറിച്ച് തന്നെ ചിന്തിക്കുന്നത് കഴിഞ്ഞ ലോക്ക്ഡൗണിൻ്റെ സമയത്താണ്. അതെന്തായാലും ഇപ്പോൾ നന്നായും തോന്നുന്നു. അപ്പോൾ അടുത്തൊരു 16-ാം തീയതി വരെയുള്ളൊരു ലോക്ക്ഡൗൺ വീണ്ടും സർക്കാർ ഇമ്പോസ് ചെയ്തു. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി പഠിക്കാൻ ഉപകാരപ്രദമായ കാര്യങ്ങൾ നമ്മൾക്ക് കഴിയുന്നത്ര പങ്കുവയ്ക്കാമെന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ വന്ന നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതിൻ്റെ തന്നെ കണ്ടിന്യൂറ്റി ആയിട്ട് എന്താണ് ഗാൽവാനിക് ഫേഷ്യൽ, അതിൻ്റെ ഒരു സ്റ്റെപ്പ്, അതെങ്ങനെ നമ്മുടെ സ്കിന്നിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ്. അപ്പോൾ മെയിൻലി ഇത് ആർക്കൊക്കെ ഉപയോഗിക്കാൻ പാടില്ല, ഏത് ടൈപ്പ് സ്കിന്നിന് ഉപയോഗിക്കാം, അതിൽ എന്തെങ്കിലും അപകടങ്ങളുണ്ടോ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഒന്ന് ഏത് ടൈപ്പ് സ്കിന്നിന് ഉപയോഗിക്കാം എന്നുള്ളതിന് ഉത്തരം ഏത് ടൈപ്പ് ഓഫ് സ്കിന്നിനും നമുക്കിത് ഉപയോഗിക്കാം. ആ കാര്യത്തിൽ പ്രശ്നമല്ല. സ്കിന്നിൻ്റെ കാര്യം മാത്രമാണ് ഞാൻ പറയണത്, ആർക്കും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിൽ വല്ല ഡേഞ്ചർ ഉണ്ടോ, അത്തരത്തിലുള്ള യാതൊരുവിധ അപകടകരമായ ഒരു സംവിധാനവും ഗാൽവാനിക് ചെയ്യുന്നതുകൊണ്ടുണ്ടാവില്ല. ഇത് പലർക്കും ഒരു ചിന്ത ഭയങ്കരമായിട്ട് വേദന എടുക്കുമോ, അതല്ലെങ്കിൽ കറണ്ട് അടിച്ച് എന്തെങ്കിലും സംഭവിക്കും, ഇങ്ങനെയുള്ള പല ചിന്തകളുണ്ട്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് ആർക്കും കറണ്ട് അടിക്കുക അങ്ങനെയൊന്നും ചെയ്യില്ല, നമുക്കത് കൺട്രോൾ ചെയ്യാവുന്നതാണ്. അത് നമ്മളെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ പലരുടെയും സ്കിന്നിൻ്റെ സെൻസിറ്റിവിറ്റി അനുസരിച്ച് അതിൻ്റെ പവർ കുറച്ച് കൊടുക്കും, കാര്യങ്ങളും ചെയ്യാം. ചില ആളുകൾക്ക് ചിലപ്പോൾ ഒരു ചെറിയൊരു തരിപ്പ് തോന്നിയേക്കാം. അതിനപ്പുറത്തേക്ക് ഗാൽവാനിക് ചെയ്യുന്നത് കൊണ്ട് സത്യത്തിൽ അതിനൊരു സൈഡ് എഫക്റ്റും ഇല്ല എന്ന് മാത്രമല്ല, പക്ഷേ വളരെ നല്ലൊരു ട്രീറ്റ്മെൻറ്റ് സംവിധാനമാണ് ഗാൽവാനിക് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇത് ആർക്കൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളത്, എങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളത്, അത് മെയിൻലി പറയുന്നത് ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് ഗാൽവാനിക് ട്രീറ്റ്മെൻറ്റ് ഫേഷ്യലിൽ ഉപയോഗിക്കുന്നത് നല്ലതല്ല എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് സമയമെടുക്കും. പിന്നെ രണ്ടാമത്തേത് പ്രഗ്നൻസി ഉള്ള ആളുകളിൽ യാതൊരു കാരണവശാലും ഗാൽവാനിക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പാടില്ല. പിന്നെ അടുത്തൊരുന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടില്ല, പീസ് മേക്കർ വയ്ക്കുക, അങ്ങനെയുള്ള എന്തെങ്കിലും ഉപകരണങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഘടിപ്പിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ യാതൊരു കാരണവശാലും ഈ പറയുന്ന ഗാൽവാനിക് ട്രീറ്റ്മെൻറ്റ് നമുക്ക് അനുയോജ്യമല്ല. മറ്റൊന്ന്, ചിലർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഡെൻ്റൽ സർജറി, നമ്മുടെ എന്തെങ്കിലും രീതിയിലുള്ള സർജറിയോ അതല്ലെങ്കിൽ ചിലർ വരും നമ്മുടെ അടുത്ത് കെമിക്കൽ പീലിംഗ് എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്റ്, വളരെ സെൻസിറ്റീവായ ഒരു സംവിധാനമാണത്. അത് അത്രത്തോളം എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ആളുകൾ ചെയ്യുന്നതാണ്. അപ്പോൾ കെമിക്കൽ പീല് ചെയ്യുന്ന ആളുകളിലും യാതൊരു കാരണവശാലും ഗാൽവാനിക് മെഷീൻ നമുക്ക് യൂസ് ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ നമ്മളുടെ ശരീരത്തിൽ വല്ല മുറിവോ കട്ടായിട്ടുള്ളതോ അങ്ങനെയുള്ള എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുള്ളവർക്കും യാതൊരു കാരണവശാലും ഗാൽവാനിക് മെഷീൻ യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഇനി അടുത്തത് നമുക്കതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സെക്ഷനിലേക്ക് വരാം. എങ്ങനെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, എങ്ങനെ നമ്മൾ ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങളിലേക്ക് വരാം. ഓക്കെ, ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഭൂരിഭാഗം ആളുകൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്നാലും കൂടുതൽ ഗാൽവാനിക് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോഴുള്ള സംശയങ്ങൾ ധാരാളം ആളുകൾ ചോദിക്കാറുണ്ട്. ഒന്ന്, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാൾ വീട്ടിലിരുന്ന് ചെയ്യുന്ന പോലെയല്ല പ്രൊഫഷണലായിട്ടുള്ള ഗാൽവാനിക് ചെയ്യുന്നതോ അല്ലെങ്കിൽ പ്രൊഫഷണൽ സലൂണിലെ ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത് നമ്മൾ ആദ്യം നമ്മുടെ കസ്റ്റമേഴ്സിന് മനസ്സിലാക്കി കൊടുക്കണം. അതുകൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനു മുന്നേയുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവർ ആ വീഡിയോ കണ്ടിട്ട് വിലയിരുത്തുക, പഠിക്കുക. അപ്പോൾ അടുത്തൊരു ട്രീറ്റ്മെൻറ്റ് തുടങ്ങുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നമുക്ക് ഗാൽവാനിക്കിൽ ഞാൻ നേരത്തെ കാണിച്ചൊരു വീഡിയോയിലുണ്ട് പ്ലസ്സും മൈനസും, അതായത് പോസിറ്റീവും നെഗറ്റീവും 2 പോൾസ് ഉണ്ടാവും. നമ്മളിതിൽ പലർക്കുമുള്ള സംശയം, ഞാൻ ആദ്യം നെഗറ്റീവാണോ യൂസ് ചെയ്യേണ്ടത് പോസിറ്റീവാണോ യൂസ് ചെയ്യേണ്ടത്, അതെന്തിനാണെന്നറിയില്ല. മെയിൻലി നെഗറ്റീവാണ് ആദ്യം യൂസ് ചെയ്യേണ്ടത്. നെഗറ്റീവ് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സ്കിന്നിനകത്തുള്ള സെബം, നമ്മുടെ ആ ഓയിലി ആയിട്ടുള്ള ആ കണ്ടൻറ്റൊക്കെ ചിലരുടെ സ്കിന്ന് ഭയങ്കര പോസ് ഓപ്പൺ ആവാതെ അടഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടിയിരുന്നിട്ട് പിന്നെ ബ്രേക്ക് ഔട്ടായിട്ടാണ് നമുക്ക് മുഖക്കുരു പോലെയുള്ള സംവിധാനങ്ങളുണ്ടാവും. അതുകൂടാതെ ഈ നമ്മളിപ്പോൾ അന്തരീക്ഷം ഭയങ്കര പൊല്യൂറ്റഡ് ആണ്. അപ്പോൾ എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടമാനം പൊടിയൊക്കെ അകത്ത് കയറും, അടഞ്ഞിരിക്കും. ഇതിങ്ങനെ ക്ലോഗ് ആയിട്ട് പിന്നെ അത് പുറത്തേക്ക് പോകാത്ത അവസ്ഥ വരുമ്പോഴും ബ്രേക്ക് ഔട്ട്സ് ഉണ്ടാവാം, സ്കിന്ന് ഭയങ്കര റഫാവും. അതിനൊക്കെ ഇത് കാരണമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ടോക്സിൻ ഇമ്പ്യൂരിറ്റീസ്
സെബം ക്ലോഗ് ചെയ്ത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പുറത്തേക്ക് നമ്മൾ സാധാരണ ക്ലെൻസ് ചെയ്യും. അതുകൊണ്ട് കഴിയാത്തത് ഈ നെഗറ്റീവ് ചാർജ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു ഇലക്ട്രിക് വേവ്സ് അകത്തേക്ക് പോയിട്ട് അതിൽ നിന്നുള്ള ഇമ്പ്യൂരിറ്റീസ്, ഈ പറയുന്ന ടോക്സിനെയൊക്കെ പുറത്തേക്ക് കൊണ്ടുവരും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മൾ പലർക്കും മനസ്സിലായിട്ടുണ്ടാവും, ഫിസിക്സ് ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, നെഗറ്റീവും തമ്മിൽ ഡിസ്ട്രാക്റ്റ് ചെയ്യും, അതായത് വികർഷണം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ ഈ നെഗറ്റീവ് ചാർജ് നമ്മളുടെ അതിനകത്തേക്ക് സ്കിന്നിലൂടെ കടത്തി വിടുമ്പോൾ അവിടെ നിന്ന് അത് പുറത്തേക്ക് വരാൻ സഹായിക്കും. അത് നമ്മൾ നെഗറ്റീവ് ചാർജ് ഉപയോഗിക്കുമ്പോഴാണ് പലരും ചോദിക്കും ജെല്ല് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടതെന്ന് ചോദിക്കും. ജെല്ല് ഉപയോഗിക്കേണ്ടത് ഈ പറയുന്ന നെഗറ്റീവ് ഉപയോഗിക്കുമ്പോഴാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ജെല്ല് ഉപയോഗിക്കേണ്ടത് നെഗറ്റീവ് ഉപയോഗിക്കുമ്പോഴാണ്. അത് കുറച്ചുകൂടി ഈ എനർജി നമ്മുടെ സ്കിന്നിനകത്തേക്ക് പെനട്രേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. ഇതാണ് ഫസ്റ്റ് ഫേസ്. അതോടുകൂടി നമ്മുടെ സ്കിൻ ക്ലീനായി, സ്കിൻ ടോണിങ് നടന്ന് എല്ലാം ക്ലിയർ ആയിട്ട് വരും. ദെൻ അത് വൈപ്പ് ഔട്ട് ചെയ്തെല്ലാം കഴിഞ്ഞ് ക്ലിയർ ആക്കിയതിന് ശേഷം നമ്മുടെ സാധാ മസാജിങ് പ്രൊസീജിയർക്ക് ഉൾപ്പെടെ നെക്സ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് ക്രീം പോലെയുള്ള സാധനങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നെക്സ്റ്റ് പ്രൊസീജിയറിൽ നമ്മൾ എപ്പോഴാണോ ഗാൽവാനിക് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പിന്നീടുള്ള എല്ലാ ക്രീമും നമ്മൾ അകത്തേക്ക് പെനട്രേറ്റ് ചെയ്യപ്പെടേണ്ട ക്രീമുകൾ അത് ഉപയോഗിക്കുമ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പിന്നെ ഒന്നും പുറത്തേക്ക് വരാനില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ പോസിറ്റീവിലാണ്. ആ പോസിറ്റീവ് ഇട്ടിട്ട് വേണം. അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ പോസിറ്റീവ് ആയതുകൊണ്ട് പോസിറ്റീവ് നെഗറ്റീവും അട്രാക്റ്റ് ചെയ്യുന്നതിന് പകരം ഡിസ്ട്രാക്ട് ചെയ്യുന്നതിന് അട്രാക്റ്റ് ചെയ്യും, ആകർഷിക്കും. അപ്പോൾ നമ്മുടെ ഈ സ്കിന്നിനകത്തേക്ക് നേരത്തെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിട്ടുള്ള ഹോളുകളിലൂടെ ഈസി ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത ഈ ക്രീമും കാര്യങ്ങളുമൊക്കെ നമ്മുടെ സ്കിന്നിനകത്തേക്ക് എപ്പിഡെർമിസിനകത്തേക്ക് പോകുന്നതിന് ഈ പോസിറ്റീവ് ചാർജസ് ഗാൽവാനിക് ട്രീറ്റ്മെൻറ്റിൽ സഹായിക്കും. ഇതാണ് ബേസിക്കലി ഗാൽവാനിക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ. അപ്പോൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ആർക്കൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞു. എന്തിനാണ് ഇത് ചെയ്യുന്നതെന്നുള്ള കാര്യം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഇതിന് ട്രീറ്റ്മെൻറ്റിൻ്റെ സൈഡ് പറഞ്ഞു. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഗാൽവാനിക്കിന് ജെല്ലുകൾ ഉപയോഗിക്കാം. ഗാൽവാനിക് ജെല്ല് എന്ന് പറഞ്ഞിട്ട് തന്നെ വരുന്നുണ്ട്. ഇതാണ് ബേസിക്കലി ഒരു ഗാൽവാനിക് മെഷീൻ ഉപയോഗിക്കുന്നതിലെ കാര്യങ്ങൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ നെക്സ്റ്റ് ലെവൽ നമ്മൾ പഠിക്കണമെങ്കിൽ pH ലെവൽ എന്താണ്, pH ലെവൽ എന്ന് പഠിക്കണം. നമുക്ക് ഒരു സ്കെയിൽ എന്ന് പറഞ്ഞാൽ കാണാവുന്നൊരു സ്കെയിൽ എന്നല്ല പറയണം, പക്ഷേ pH വാല്യൂ അളക്കുന്ന ഒരു സ്കെയിലുണ്ട്. അത് 7 എന്ന് പറയുന്ന ന്യൂട്രലാണെന്നും 7 മുതൽ താഴത്തേക്ക് 1 മുതൽ 7 വരെ നമ്മൾ അസിഡിറ്റി എന്ന് പറയുന്ന അസിഡിക് എന്ന് പറയുന്ന ഒരു ഇതിൻ്റെ അണ്ടറിലാണെന്നും 7 മുതൽ 14 വരെ അങ്ങനെയാണിത് 1 to 14 ആണ്. അതിൽ 7 ന്യൂട്രലൈസ് ചെയ്യുന്നതും 7 to 14 ആൽക്കലൈൻ എന്ന് പറയുന്ന സെഗ്മെൻറ്റിലേക്കാണെന്നും നമ്മൾക്ക് അറിയില്ലെങ്കിൽ പഠിക്കണം. അറിയാത്തവരുണ്ടാവില്ല എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അറിയുന്നവർ പഠിച്ചു കഴിഞ്ഞാലാണ് പിന്നെ നമ്മൾ സ്കിന്നിനെ ഡിഫൈൻ ചെയ്യുമ്പോഴൊക്കെ ഇത് ഏത് ടൈപ്പ് ഓഫ് സ്കിന്നാണ്, ഇതിൻ്റെ pH ലെവൽ എത്രയാണ്, അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. അപ്പോൾ അത്തരത്തിൽ pH ലെവലിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. അത്തരത്തിലുള്ളൊരു വീഡിയോയുമായി ഇനിയും വരും. തൽക്കാലം ഗാൽവാനിക് എന്ന് പറയുന്നൊരു സെഗ്മെൻറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ ഞാൻ ഈ ഒരു 3-4 വീഡിയോകളായി ചെയ്തതോട് കൂടിയിട്ട് നിങ്ങൾക്ക് അവസാനമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും നമ്മളുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റുകളായിട്ട് എഴുതുക. ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാതെ പോകരുത്. കാണുന്ന ആളുകൾ ഇനി അഥവാ നിങ്ങൾക്ക് സാധനം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ, കുഴപ്പമില്ല. പക്ഷേ ഉറപ്പായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയണം. അതിൻ്റെ താഴെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പേഴ്സണലി ഒത്തിരി ആളുകൾ കമൻറ്റ് ചെയ്തു, വളരെ ഇഷ്ടപ്പെട്ടു, ഭയങ്കര ഹെൽപ്ഫുള്ളാണ് വീഡിയോ എന്ന് പറഞ്ഞ്. അതുകൊണ്ട് അത് തന്നെയാണ് ഞങ്ങൾക്കിത് വീണ്ടും ചെയ്യാനുള്ള പ്രചോദനമാകുന്നത്. അപ്പോൾ നമ്മളുടെ മെയിൻലി ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫഷണലായിട്ടുള്ള ബ്യൂട്ടീഷ്യൻസിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ക്ലയൻസിനെ നിങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എഡ്യൂക്കേഷൻ ഉണ്ടായാലേ നടക്കുള്ളൂ. പലപ്പോഴും നമ്മളുടെ ലോക്കൽ പലരും ബ്യൂട്ടി ചാനലുകൾ ചെയ്യുമ്പോൾ തെറ്റായ ഇൻഫർമേഷൻസ് ധാരാളം പാസ് ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് കൊടുക്കുന്നത് കേട്ടിട്ട് വരുന്ന നമ്മുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എഡ്യൂക്കേഷനിലൂടെ നേടിയെടുത്താൽ മാത്രമേ സാധിക്കുള്ളൂ. വളരെ ഫാസ്റ്റായിട്ട് ഡേ ടു ഡേ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പോകപ്പെടുന്ന ഒരു ഫീൽഡാണിത്. അതുകൊണ്ട് ഞാൻ ഇന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാമായെന്ന് വിചാരിക്കാതെ കൂടുതൽ പഠിക്കാനുള്ളൊരു സൗകര്യങ്ങൾ കൂടി നിങ്ങൾ കണ്ടെത്തണം. അപ്പോൾ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു.